ഒന്ന് അള്ളാന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോൾ ബാങ്ക് വിളിക്കുന്ന സമയത്ത് ഈ പെണ്ണുങ്ങളുടെ ഒരു ധൃതി കാണണം. തലയിൽ തുണിയുടെ എവിടെ എവിടെയാണ് എടുക്കണം. അടുക്കളയിൽ ചോറ് വെച്ചുകൊണ്ടിരിക്കുമ്പോഴാ ബാങ്ക് വിളിക്കണേ. എവിടെ എവിടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചോദിക്കും. ഉമ്മായും മോളും കൂടെ ഷാട് തരയി. അപ്പോഴാ ഒരെണ്ണം കിട്ടിയേ. അള്ളാഹുവേ ഇങ്ങനെ 50-50 അമ്മായും മോള് വിടാറ് ഇങ്ങനെ ഇട്ടോണ്ടിരിക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ് കഴിഞ്ഞെടുത്ത് ഒറ്റ ഏറ് കഴിഞ്ഞു പോയി തീർന്നു. പിന്നെ ഈ പെണ്ണുങ്ങള് ഇപ്പൊ ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, പെണ്ണുങ്ങള് പിന്നെ തലയിൽ തുണിയിടുന്ന രണ്ടാമത്തെ സമയം ഉസ്താദന്മാരെ കാണുമ്പോഴാണ്. അള്ളാഹു അഭിമാൻ പെരുമാറാകട്ടെ. ഉസ്താദന്മാരെ കാണുമ്പോഴും പെണ്ണുങ്ങള് തലയിൽ തുണിയിടും. ഇപ്പത്തെ കാര്യമല്ല, ഞാൻ പണ്ടത്തെ കാര്യം പറയണത്. ഇപ്പൊ ഉസ്താദിനെ കണ്ട ഉള്ളതുകൂടെ ഊരിക്കളയും. ഉസ്താദാണ് ഇരിക്കുന്നെങ്കിൽ വേറെ ആരെങ്കിലും ഇങ്ങനെ കുഴപ്പമില്ല. ഒരു തൊപ്പി ഇട്ടവനായിരിക്കുന്നെങ്കിൽ ഇത്തിരി കൂടെ ഓവറാ പെൺകുട്ടികൾ. ഉസ്താദന്മാരെ കാണുമ്പോഴും പെണ്ണുങ്ങൾ തലയിൽ തുണിയിടും. ബാങ്ക് വിളിക്കുമ്പോഴും തലയിൽ തുണിയിടും. ഞാൻ എന്റെ പെണ്ണുങ്ങളോട് ചോദിക്കാം, ഇങ്ങനെ ഇടണമെന്ന് ആരാ പഠിപ്പിച്ചേ? ബാങ്ക് വിളിക്കുന്ന സമയത്ത് എന്താ തലയിൽ തുണിയിടൽ ഫർള? അല്ലെങ്കിൽ പള്ളിയിലെ ഖതീബിനെ കാണുമ്പോ തലയിൽ തുണിയുള്ള ഫർള ആരാ പറഞ്ഞേ? അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ഇടുന്നെങ്കിൽ എപ്പോഴും ഇടണം, ഇല്ലെങ്കിൽ ഇടാതെ നടക്കാം. എന്റെ പ്രിയപ്പെട്ട ഉസ്താദിന് എന്ത് പഠിക്കാൻ? ഉസ്താദിന് എന്ത് ഉസ്താദാരാ? അല്ലൊന്നും അല്ലല്ലോ. അതൊന്നല്ലേ ഉസ്താദിനെ കണ്ടപ്പോ തലയെ തുണിയിടാത്തല്ലേ വരി നരകത്തിന് ചൂടില്ലല്ലോ. ഇടുകയാണെങ്കിൽ എപ്പോഴും ഇടണം. ഇപ്പൊ പിന്നെ ഒന്നുമില്ലടോ. ഹാജിയാരുടെ പെണ്ണുമ്പടയുടെ കോലം കാണണം. പള്ളിയിലെ ഹാജിയാര പ്രസിഡന്റാ സെക്രട്ടറിയാ. ഞാൻ ഇവിടുത്തെ കമ്മിറ്റിക്കാരൊന്നും പറഞ്ഞ വിചാരിച്ചെങ്കിലും പള്ളിയിലെ നിബിധങ്ങൾ പറഞ്ഞൊരു ഹദീസ് ഉണ്ട്. പള്ളിയുടെ മുന്നിൽ വണ്ടി വന്ന് നിൽക്കും. ഫ്രണ്ടിലെ സീറ്റിൽ നിന്ന് ഹാജിയാർ ജുബ്ബ, തൊപ്പി, കമീസ്, നിസ്കാര തഴമ്പ്, കയ്യിൽ തസ്ബീഹ്. പടച്ചോനെ എന്ത് നല്ല മനുഷ്യൻ. ഡോറ് തുറന്നും കിട്ടി ഇറങ്ങും. പടച്ചോനെ കാണാൻ എന്തൊരു അത്ഭുതം അറിയോ. പുറകിലത്തെ ഡോറെ കൊണ്ട് തുറന്ന് കുറെ മലക്കൂടെ ഇറങ്ങും. എടാ ഫ്രണ്ടിൽ വന്നിറങ്ങുന്ന ആളെ കാണും. അയാളെ ജുബ്ബയും തൊപ്പയും താടിയൊക്കെ ഇത്ര ഉണ്ട്. കയ്യിൽ തസ്ബീഹും പിടിച്ചിട്ട് ഹാജിയാര് ഹാജിയാരെന്ന് വിളിക്കണേ. ഇന്ന് ബാക്കിലെ ഡോറ് തുറന്നിട്ട് ഒന്നീ കൂടെ നിങ്ങളും പുറത്ത് മലക്കിടും. ഭാര്യയും ഭർത്താവും ഭാര്യയും മക്കളിറങ്ങുന്ന രംഗം ഔറത്ത് പോലും മറച്ചിട്ടുണ്ടാവണമെന്നില്ല. ഇങ്ങനെ ഒരു കാലം വരാതെ ലോകം അവസാനിക്കില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നന്നാക്കാൻ സമയമില്ല. സ്വന്തം മക്കളെ നന്നാക്കാൻ, സ്വന്തം ഭാര്യയെ നന്നാക്കാൻ അടി. ഇത് തെറ്റാണ്. തലയിൽ തുണിയിട്. ഔറത്ത് മറച്ചുകൊണ്ട് ഏത് ഉമ്മയ്ക്ക് അറിയാത്ത എടാ ഇന്നത്തെ കുട്ടികൾ രാത്രി നോക്കിക്കേ. ഇന്നത്തെ കുട്ടികളുടെ അവസ്ഥ കീറിയ പാൻറ് ഇട്ടുകൊണ്ടാ നടക്കണവന്മാര്. അതൊക്കെ പോകട്ടെ. കീറിയ പാൻറ് ആർക്കാ? മുട്ടുമക്കളിന്റെ ഇടയിലുള്ള ഭാഗം ഔറത്താണെന്ന് അറിയാത്ത ആരാ? ഇന്ന് പടച്ചവനെ സായിപ്പിട്ട നിക്കറില്ലേ വെറുകൂടാ. ഇപ്പൊ എല്ലാം ഉപയോഗിക്കുന്നതാ. ഇന്ന് ഇത്രയിടത്തുള്ള പടച്ചവനെ പണ്ടൊക്കെ അള്ളാഹു വീടിനകത്ത് പോലും ധരിക്കാത്ത വസ്ത്രം ഇന്ന് റോഡിലൂടെ നടക്കുമ്പോഴും ചെറുപ്പക്കാരൻ മുട്ടിന്റെ മുകളിൽ നിൽക്കുന്ന നിക്കറിട്ടുകൊണ്ട് നടക്കുന്നു. ഫാഷൻ. പെൺകുട്ടികൾക്ക് ഇപ്പൊ വസ്ത്രം കുറഞ്ഞുകൊണ്ടിരിക്കുക. കുറച്ചാണ് അള്ളാഹു നമ്മളെ കാത്തിരിച്ചുമാറാകട്ടെ. അവരുടെ വസ്ത്രത്തിന്റെ നീളം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. എത്രത്തോളം പടച്ചവനെ മാക്സിമം തുറന്നിടാൻ പറ്റും തുറന്നിടാം. ഇതുമാകട്ടെ നമ്മുടെ പെൺമക്കൾ. ഉമ്മ നീ നോക്കാറില്ലേ? ഉമ്മ നിന്റെ മക്കളുടെ വസ്ത്രം നീയല്ലേ വാങ്ങിച്ചു കൊടുക്കുന്നേ? നീ പറഞ്ഞിട്ട് ഈ പണി കാണിക്കാൻ പാടില്ലല്ലോ. എന്റെ ബാപ്പ നിന്നോട് അല്ലാഹു ചോദിക്കത്തില്ലേ നിന്റെ ഭാര്യയെ കുറിച്ച്, നിന്റെ മക്കളെ കുറിച്ച്? അല്ലാഹു നിങ്ങൾ പറഞ്ഞില്ലേ അറഫ പ്രഭാഷണത്തിൽ, നിന്റെ ഭാര്യയുടെ വിഷയത്തിൽ നീ പേടിക്കണം അല്ലാഹുവിനെ. നിന്റെ മക്കൾ അല്ലാഹു നൽകിയിരിക്കുന്ന അമാനത്ത. നീ എത്ര വലിയ തങ്ങളാണെങ്കിലും അല്ലാഹു നാളെ നിന്റെ മക്കളെ കുറിച്ച് നിന്നോട് വിചാരണ ചെയ്യുമെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നെ അതാ ഖുർആൻ പറഞ്ഞത്. അവിടെ ഖുർആൻ പറഞ്ഞല്ലോ നീ ഒറ്റയ്ക്ക് സ്വർഗത്തിൽ പോടാന്നല്ലെന്ന് പറഞ്ഞേ. സിറാജേ ഒറ്റയ്ക്ക് സ്വർഗത്തിൽ പോടാന്നല്ലെന്ന് പറഞ്ഞേ. എടാ പോകുമ്പോ പെണ്ണുമുള്ളയും മക്കളെയും കൂടെ കൊണ്ടുപോടാ. ആ നരകത്തിൽ നിന്ന് അവരെ കൂടെ രക്ഷപ്പെടുത്ത്. എന്റെ പ്രിയപ്പെട്ടവരോട് പറയും, ഇന്നത്തെ കുട്ടികൾ പുറത്തെ കാര്യം പോകട്ടെ. എന്റെ ഉപ്പമാരോട് ഞാൻ ചോദിക്കട്ടെ, ഉപ്പ നിന്റെ മകൻ അല്ലെങ്കിൽ നിന്റെ മകൻ സ്വന്തം വീടിന്റെ അകത്ത് പോലും ഈ ഔറത്ത് തുറന്നിട്ട് കൊണ്ടിരിക്കുന്ന വസ്ത്രം വിട്ടുകൊണ്ട് നടക്കുമ്പോ പ്രായപൂർത്തിയായ സ്വന്തം സഹോദരിയുടെ മുമ്പിലൂടെ നിന്റെ മകൻ നിക്കറിട്ടുകൊണ്ട് നടക്കുന്നു. അവന്റെ ചെവിക്കൊന്ന് പിടിച്ചിട്ട് ഇത് തെറ്റാടാ, ഈ പെണ്ണ് പ്രായമായതാ, ഇങ്ങനെ ഇട്ടുകൊണ്ട് നടക്കല്ലേ എന്ന് പറയാനുള്ള ഒരു മനസ്സ് പോലും നിനക്കില്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? സ്വന്തം മകള് 15-കാരി 18-കാരി സ്വന്തം കൂടപ്പറപ്പിന്റെ മുമ്പിലൂടെ നൈറ്റ് ഡ്രസ് പോലും തോറ്റുപോകുന്ന വസ്ത്രം അത് വിട്ടോണ്ടാ നടക്കുന്നേ. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കും, സിറാജെ കൂടപ്പുറപ്പുകളല്ലേ? വല്ലാത്ത ജോലിയാണ്. അവര് സഹോദരനും സഹോദരിയല്ലേ? അവരുടെ മുന്നിൽ ഇപ്പൊ ഔറത്തിന്റെ സഹോദരൻ ഇപ്പൊ സഹോദരിയുടെ ഔറത്ത് കണ്ട എന്താ കുഴപ്പം? കൂടപ്പറപ്പുകളല്ലേ? അപ്പൊ ഞാൻ നിന്നോട് ചോദിക്കുന്നത്, കൂടപ്പറപ്പിന്റെ ഔറത്ത് കാണാവോ? നിനക്ക് നിന്റെ താത്താടെ ഔറത്ത് കാണാമോ?
ഔറത്ത് നിനക്ക് കാണാമോ? നിന്റെ ഔറത്ത് നിന്റെ അനിയത്തി എന്തിന്? നിനക്ക് ജന്മം നൽകിയ നിന്റെ വാപ്പാടെ ഔറത്ത് നിനക്ക് കാണാമോ? അള്ളാന്റെ ദീൻ പഠിക്ക്. എനിക്ക് എന്റെ വാപ്പയുടെ ഔറത്ത്, എന്റെ ഉമ്മയുടെ ഔറത്ത്, എന്റെ ഉമ്മയുടെ ഔറത്ത് എനിക്ക് കാണാൻ പാടുണ്ടോ? എന്റെ ഉപ്പയുടെ ഔറത്ത് എനിക്ക് കാണാൻ പാടുണ്ടോ? അള്ളാഹുവിന്റെ ദീൻ എന്തേ പഠിപ്പിച്ച്? നിങ്ങളൊക്കെ വിചാരിച്ചോ ഈ മക്കളൊക്കെ വെറുതെ നന്നാകുമെന്ന്? പള്ളിയിലെ ഖതീബിന്റെ കൈ പിടിച്ചിട്ട്, തങ്ങന്മാരുടെ കൈ പിടിച്ചിട്ട് നന്നാകാൻ ദുആ ചെയ്യ്, നന്നാകാൻ ദുആ ചെയ്യ്. ഇതെന്താ മിശികനാ? എന്താ വിചാരിച്ച പെട്ടെന്ന് നന്നാവുന്ന? എങ്ങനെ മക്കളെ വളർത്തണം? ഇംഗ്ലീഷ് പടം കാണുന്നത് വാപ്പായും മക്കളും ഒരുമിച്ചിരുന്ന ഇന്നത്തെ ഏതെങ്കിലും ഒരു ഫിലിം, ഇന്നിറങ്ങുന്ന ഏതെങ്കിലും ഒരു ഫിലിം ഒരു കൂടപ്പുറപ്പുകൾക്ക് ഇരുന്ന് കാണാൻ പറ്റും? ഒരു ഭാര്യക്കും ഭർത്താവിന് കാണാൻ പറ്റുമോ? എന്റെ പടച്ചവരെ, ഇന്ന് വൃത്തികേടില്ലാത്ത ഏത് ഫിലിമാ ഉള്ളത്? ഇന്ന്